ഹലോ, ഇന്ന് നമ്മൾ പാൽ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സാധാരണ പൊറോട്ട പോലെ തന്നെ, പക്ഷേ അതിൽ കൂടുതൽ കുറച്ചുകൂടി സോഫ്റ്റാണ്. എന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ പൊറോട്ട പോലെ ഒരുപാട് സമയം എടുക്കണ്ട. മാത്രമല്ല ഉണ്ടാക്കാനും അത്ര റിസ്ക് ഇല്ല. എങ്കിൽ പൊറോട്ടേനേക്കാളും സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പിലാണ് ചെയ്യുന്നത്. 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് മാവ് കൊണ്ടും ചെയ്യാം ഇത്, പക്ഷേ ഞാനിപ്പോൾ മൈദാമാവിലാണ് ചെയ്യണത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1 മുട്ട ചേർക്കുന്നുണ്ട്. 1 കപ്പ് മൈദാമാവിലേക്ക് ഞാൻ 1 മുട്ടയാണ് ചേർക്കുന്നത്. പക്ഷേ 2 കപ്പോ 3 കപ്പോ ഉണ്ടെങ്കിലും 1 മുട്ട തന്നെ മതിയാവും. അത്രേ ആവശ്യം വരുന്നുള്ളൂ. നല്ല സോഫ്റ്റായിരിക്കാനാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് സൺഫ്ലവർ ഓയിലായാലും മതി, പക്ഷേ ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്യണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഏകദേശം നന്നായിട്ടൊന്ന് നനഞ്ഞ പോലെ ഇരിക്കും. കുഴക്കാൻ പാകത്തിനായിട്ടില്ല എങ്കിൽ പോലും അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് പാലിലാണ് കുഴച്ചെടുക്കുന്നത്. വെള്ളത്തിന് പകരം പാൽ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ മതി, ചൂടുള്ള പാൽ വേണ്ട. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലുകൊണ്ട് ഒരിക്കലും കുഴയ്ക്കും ചെയ്യരുത്. അപ്പോൾ നമുക്ക് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പാലൊഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ച് നോക്കുക, കൂടി പോവാതെ നോക്കണം. നോർമൽ നമ്മൾ ചപ്പാത്തീൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി മതി. മുട്ട ചേർക്കുന്നത് കൊണ്ടും മാത്രമല്ല പാൽ ഒഴിച്ച് കുഴയ്ക്കുന്നത് കൊണ്ടും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്തും കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി നല്ലത് അതായിരിക്കും എന്ന് ഞാൻ പാലിൻ്റെ പാട എടുത്ത് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ചും കൂടി സേഫ് അല്ലെങ്കിൽ ഹെൽത്തി അതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത്തിരി സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ എന്തായാലും വെക്കണം. 1 മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ നല്ലതാണ്. ഞാനിപ്പോൾ അരമണിക്കൂറാണ് വെച്ചത്. നമ്മളിപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ നമുക്ക് 8 മണിക്കൂറൊക്കെ വെക്കുന്നതും ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഇത് 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുക. മാക്സിമം തിന്നായിട്ട് പരത്താൻ നോക്കുക. ഇപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് പരത്തിയാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി നല്ലത് പൊടിയിട്ടിട്ടാണ്. നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ നന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കിത് പൊറോട്ടയുടെ ആ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ. മാക്സിമം പരത്തിയെടുക്കുക. ഇപ്പോൾ അത് മാക്സിമം നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ക്യാമറയുടെ ഒരു കളറ് കൊണ്ട് നമുക്ക് നെയ്യ് അത്ര അധികം കാണുന്നില്ല. മിൽമയുടെ നെയ്യാണ് ഞാൻ യൂസ് ചെയ്തത്. ഏതായാലും കുഴപ്പമില്ല. നേരത്തെ ഞാൻ മാവിൽ ഒഴിച്ചത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യായിരുന്നു. ഇതിപ്പോൾ മിൽമയുടെ നെയ്യാണ്. ഇനി ഞാൻ ചുടുന്ന സമയത്ത് നെയ്യ് വേണം. അപ്പോഴും ഞാൻ മിൽമ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ചുരുട്ടിയെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ ഒരെണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു പാർട്ടും കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, പകുതിയാക്കി മാറ്റി വെച്ചിരിക്കണം. അതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. പരത്തിയിട്ട് ഇതുപോലെ നെയ്യ് പുരട്ടിയിട്ട് റോൾ ചെയ്തെടുക്കുക. ഞാൻ 1 കപ്പിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്തത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് എടുത്തുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ സ്പ്രെഡ് ചെയ്യണം. അപ്പോഴേ ആ ലെയറുകളൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഇതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട് 2ഉം. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യാണ്.
ചെറുത് മതിയെങ്കിൽ നമ്മൾ ചെറിയതായിട്ട് കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ടാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഇനി നമ്മളൊന്നത് പരത്തിയെടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെയാണുള്ളത്. അതിൻ്റെ ഇടയിൽ ഓയിൽ വെക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, ഇതിങ്ങനെ ലെയറായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പരത്തിയെടുക്കുകയാണ്. അത് ഇപ്പോൾ ഇങ്ങനെ പരത്തി കഴിയുമ്പോൾ ഏകദേശം സ്ക്വയർ ഷേപ്പിലാണ് അത് വരിക. കുഴപ്പമില്ല, ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ശരിക്കും സ്ക്വയറാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം, റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിലും പരത്താൻ പറ്റും. അപ്പോൾ ഇത് ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെ കുത്തനെ പിടിക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലായി. ഇനി ഇതൊന്ന് പരത്തി റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ നടുക്ക് കാണുന്നത് കണ്ടോ, ലെയറുകൾ അതുപോലെ വന്നോളും. അപ്പോൾ ശരിക്കും നമുക്ക് റിസ്ക് ഒന്നും ഇല്ലാതെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ പൊറോട്ട ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈസി ആയിട്ടൊരു പൊറോട്ട ഉണ്ടാക്കാനുള്ളൊരു വഴി കൂടിയാണിത്. ഈ ചുട്ടെടുക്കുമ്പോൾ അതുപോലെ തന്നെ ആ ലെയറുകളെല്ലാം ആ സെൻറ്ററിൽ അങ്ങനെ വരും. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ വീശിയടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മണിക്കൂറുകളോളം റെസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാം. സെയിം റെസിപ്പി തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം, ഹെൽത്തിയാണ് കുറച്ചും കൂടി. ഇത് പരത്തിയെടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ. ഞാൻ 2-3 എണ്ണം അങ്ങനെ റൗണ്ട് ഷേപ്പിൽ ചെയ്തു, ബാക്കിയുള്ളതെല്ലാം അങ്ങനെ സ്ക്വയർ ഷേപ്പിലും ചെയ്തു. എങ്ങനെയായാലും കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് പരത്തുമ്പോൾ തന്നെ നമുക്ക് ആ ലെയറുകളുള്ളത് മനസ്സിലാവും. കാരണം നമ്മൾ ഇടയ്ക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് കാരണം ആ ലെയറുകളുള്ളത് ശരിക്കും മനസ്സിലാവും. മാത്രമല്ല നല്ല സോഫ്റ്റാണ്. നമ്മൾ ചുട്ടെടുക്കാൻ പോവാണ്. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളതാണ് ഞാൻ ആദ്യം ഇട്ടത്. ആദ്യത്തെ തവണ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യാണോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണോ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത്. എന്നിട്ട് തിരിച്ചും മറിച്ചു 2 സൈഡിലും നെയ്യാക്കിയിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ചുടുമ്പോൾ തന്നെ ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളതായത് കാരണം ആ ലെയറൊക്കെ ശരിക്കും കാണാൻ പറ്റും. ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ളതാണ്. ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കും ചെയ്യാം കേട്ടോ. ആ ടേസ്റ്റ് കുറച്ച് കുറയുന്നേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ ചിലർക്ക് ഓയിൽ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനത്തെവർക്ക് അത് ഒഴിവാക്കാം. കണ്ടോ, ഇതിൻ്റെ സൈഡിലൊക്കെ ലെയർ വന്നിട്ടുള്ളത് നമ്മൾ ആ റോൾ ചെയ്യുമ്പോൾ വരുന്നതാണത്. നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി. ഒന്ന് പൊങ്ങി വരാനൊക്കെ നല്ലതാണ്. പെട്ടെന്ന് റെഡിയാവും ചെയ്യും. കാരണം ഒരുപാട് കട്ടിയൊന്നുമില്ല, നല്ല തിന്നായിട്ടാണ് പരത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും. ഗോതമ്പ് പൊടിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഗോതമ്പ് പൊടി ആക്കണം എന്നേ ഉള്ളൂ. അതൊരു നമ്മൾ ഉണ്ടാക്കിയ റോളിൻ്റെ അറ്റത്തുള്ള ഭാഗമായതുകൊണ്ടാണ് ഒരു സൈഡ് വീതിയുള്ളതും ഒരു സൈഡ് വീതി ഇല്ലാത്തതും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് കണ്ടാലറിയാം ലെയറുകളൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ റൗണ്ട് ഷേപ്പിൽ പരത്തിയ ഒരെണ്ണമാണിത്. ശരിക്കും പൊറോട്ട കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. ശരിക്കും പൊറോട്ട നമുക്ക് ഭയങ്കര കട്ടിയായിരിക്കുമല്ലോ, അത് അത്രയും തന്നെ ഇല്ല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. മാത്രമല്ല ഇപ്പോൾ ടിഫിൻ ബോക്സിലേക്കും നല്ലൊരു ഐറ്റം തന്നെയാണ്. രാവിലെ പെട്ടെന്ന് പൊറോട്ട വേണം എന്നൊക്കെ കുട്ടികളൊക്കെ പറയുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.
താങ്ക് യു.